ഭാരതീയ ന്യായ സംഹിത ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിട്ടീഷുകാർ രൂപകൽപ്പന ചെയ്ത പഴയ ക്രിമിനൽ നിയമങ്ങൾ എക്കാലവും ഭാരതത്തിലെ ജനങ്ങളെ അടിമകളാക്കുന്നതിനും ശിക്ഷിക്കുന്നതിനുമായിരുന്നു. ജനങ്ങൾക്കായി തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ജനാധിപത്യത്തിന്റെ ആപ്തവാക്യം. ഇത് ന്യായസംഹിതയിലൂടെ നടപ്പാക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതിയ ക്രിമിനൽ നിയമങ്ങൾ രാജ്യത്ത് വിജയകരമായി നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് ചണ്ഡീഗഡിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പഴയ ക്രിമിനൽ നിയമങ്ങൾ ഇന്ത്യക്കാരെ ചൂഷണം ചെയ്യുന്നതിനും അടിമകളാക്കുന്നതിനുമായിരുന്നു. നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിനു ശേഷം നമ്മുടെ രാജ്യം സ്വതന്ത്രമായപ്പോഴും കൊളോണിയൽ നിയമങ്ങൾ പിന്തുടർന്നു. ബ്രിട്ടീഷുകാർ പോയതിനാൽ ബ്രിട്ടീഷ് നിയമങ്ങളിൽ നിന്നും മോചിതരാകുമെന്ന് രാജ്യത്തെ ജനങ്ങൾ കരുതിയിരുന്നു. എന്നാൽ ഏറെക്കാലം നാം വീണ്ടും ഈ നിയമങ്ങളിൽ നിലയുറപ്പിച്ചു. ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിനും ചൂഷണത്തിനുമുള്ള മാർഗങ്ങളായിരുന്നു ഈ നിയമങ്ങൾ, പ്രധാനമന്ത്രി പറഞ്ഞു. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ പിടിച്ചു നിർത്താൻ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. 1857 സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷ് ഭരണത്തിന്റെ വേരുകൾ ഇളക്കിമറിച്ചു. ഇതോടെ 1860 ബ്രിട്ടീഷുകാർ ഇന്ത്യൻ പീനൽ കോഡ്, അതായത് IPC നടപ്പിലാക്കി. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ശിക്ഷാ നിയമം നിലവിൽ വന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിനു ശേഷവും ദശാബ്ദങ്ങളോളം നമ്മുടെ നിയമങ്ങൾ ഒരേ ശിക്ഷാ നിയമത്തിൽ നിലകൊണ്ടു. പൗരന്മാരെ അടിമകളാക്കി കണക്കാക്കി നിർമ്മിച്ച നിയമങ്ങൾ ഭാരതത്തിലെ ജനങ്ങൾ എന്തിനു പിന്തുടരണം? അതിനാലാണ് കൊളോണിയൽ നിയമങ്ങൾ പിഴുതെറിഞ്ഞ് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം ബിൽ എന്നിവ ലോക്സഭ പാസാക്കിയതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. കൊളോണിയൽ ചിന്തയിൽ നിന്നും പൗരന്മാരെ മോചിപ്പിക്കുന്ന ബില്ലുകളാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ വിവിധ ചീഫ് ജസ്റ്റിസുമാരുടെയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തിയാണ് 3 നിയമങ്ങളും പാസാക്കിയത്. സുപ്രീം കോടതി, 16 ഹൈക്കോടതികൾ, ജുഡീഷ്യൽ അക്കാദമിക് തുടങ്ങിയ നിരവധി നിയമ സ്ഥാപനങ്ങളിലെ വിദഗ്ധരുടെ അഭിപ്രായം ബിൽ പാസാക്കുന്നതിന് മുൻപായി തേടിയിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമനിർമ്മാണത്തിന് നൽകിയ സംഭാവനകൾക്ക് സുപ്രീം കോടതിയോടും ജഡ്ജിമാരോടും രാജ്യത്തെ എല്ലാ ഹൈക്കോടതികളോടും പ്രധാനമന്ത്രി നന്ദിയും അറിയിച്ചു.